ചോറ്റാനിക്കര പവിഴമല്ലിത്തറ മേളത്തിൽ കൊട്ടിക്കയറി നടൻ ജയറാം. തുടർച്ചയായ 12ാം തവണയാണ് ചോറ്റാനിക്കര ദേവിക്ക് മുന്നിൽ ജയറാമിന്റെ പ്രമാണിത്വത്തിൽ പവിഴമല്ലിത്തറ മേളം. 111 വാദ്യകലാകാരന്മാർ ജയറാമിനൊപ്പം മേളത്തിൽ അണിനിരന്നു. ചോറ്റാനിക്കര അമ്മയുടെ മൂലസ്ഥാനമായി ആരാധിച്ചു പോരുന്ന പവിഴമല്ലിത്തറയ്ക്ക് മുന്നിൽ നവരാത്രി ആഘോഷങ്ങളോടനുബന്ധിച്ചായിരുന്നു ജയറാം മേളപ്രമാണിയായത്. ദുർഗാഷ്ടമി നാളിൽ ദേവിക്ക് അർച്ചനയായാണ് ജയറാമിന്റെ മേളപ്പെരുക്കം. പവിഴമല്ലിത്തറയ്ക്ക് മുന്നിൽ പതിഞ്ഞ കാലത്തിൽ ജയറാം കുട്ടിക്കയറി. മേളം ഉച്ചസ്ഥായിലായതോടെ ആസ്വാദകരും ആവേശത്തിലായി. ചോറ്റാനിക്കര അമ്മയുടെ തിരുനടയിൽ മേളപ്രമാണിയാകാൻ കഴിഞ്ഞത് നിയോഗമായി കാണുന്നുവെന്ന് ജയറാം ജനം ടിവിയോട് പറഞ്ഞു. തുടർച്ചയായി 12ാം തവണയാണ് ജയറാം പവിഴമല്ലിത്തറ മേളത്തിൽ പ്രമാണിയാകുന്നത്. ഒരുപാട് സന്തോഷങ്ങളാണ് ഇപ്രാവശ്യം. കാരണം പവിഴമല്ലിയുടെ ചുവട്ടിൽ ചോറ്റാനിക്കരമ്മയുടെ നടയിൽ 12ാമത്തെ പ്രാവശ്യം ഒരു മേളപ്രമാണിയായി നിൽക്കാൻ കഴിയുന്നു എന്ന് പറയുന്നത് ജീവിതത്തിൽ മഹാഭാഗ്യം. കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ എൻ്റെ കൂടെ എല്ലാ സഹകരണവുമായിട്ട് കൂടെ നിന്ന ഒരുപാട് പേരുണ്ട്. അവരോടൊക്കെ നന്ദി പറയണം. ഇപ്രാവശ്യത്തൊരു സന്തോഷം എൻ്റെ ഗുരുനാഥനായിട്ടുള്ള സാക്ഷാൽ മട്ടന്നൂർ ശങ്കരമാരാർ അദ്ദേഹത്തിൻ്റെ ഒരു അനുഗ്രഹങ്ങൾ തരാനും മേളം നേരിട്ട് കാണാനും അദ്ദേഹം എത്തുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ മക്കളായിട്ടുള്ള ശ്രീരാജും ശ്രീകാന്തും എൻ്റെ വലത്തേക്കൂട്ടും ഇടത്തേക്കൂട്ടുമായിട്ടുണ്ട്. മുമ്പിൽ ഉരുട്ടുചെണ്ടയുമായിട്ട് നിൽക്കുന്ന 17 പേരും കേരളത്തിലെ പല സ്ഥലങ്ങളിലായിട്ട് പ്രമാണസ്ഥാനത്ത് നിൽക്കുന്നവരാണ്. അങ്ങനെ എല്ലാം കൊണ്ടും ഒരുപാട് സന്തോഷം തരുന്നൊരു ദിവസമാണ്. മേളത്തിൽ ജയറാമിന് ഇടത്തേക്കൂട്ടും വലത്തേക്കൂട്ടുമായി മട്ടന്നൂർ ശങ്കരൻകുട്ടിമാരാരുടെ മക്കളായ ശ്രീരാജും ശ്രീകാന്തും അണിനിരന്നു. 111 വാദ്യകലാകാരന്മാർ ജയറാമിനൊപ്പം ചേർന്ന പാഞ്ചാരി മേളം 2 മണിക്കൂറോളം നീണ്ടു. ജനം, കൊച്ചി.